നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV വിജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സുപ്രധാനമായി ഈ റിപ്പോർട്ട് പരിഗണിച്ചത്. റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ അടച്ചിട്ട കോടതി മുറിയിൽ വെച്ച് അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥരെ കോടതി നേരിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ഈ കേസിൻ്റെ ഇതുവരെയുള്ള പുരോഗതി കൃത്യമായിട്ട് വിലയിരുത്തുകയും ചെയ്തു. നിലവിൽ രേഖപ്പെടുത്തിയ അറസ്റ്റുകൾ, അതുപോലെ തന്നെ കണ്ടെടുത്ത വസ്തുവകകൾ, ശേഖരിച്ച തെളിവുകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ SIT ഉദ്യോഗസ്ഥർ കോടതിയെ ബോധിപ്പിക്കുകയുണ്ടായി. നിലവിലെ അറസ്റ്റുകളും തെളിവെടുപ്പുകളും ഉൾപ്പെടെ കേസിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള പുരോഗതി ഉദ്യോഗസ്ഥർ കോടതിക്ക് മുൻപാകെ അവതരിപ്പിച്ചു. മാത്രമല്ല, കേസിൻ്റെ സമഗ്രമായ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇനി ആരെയൊക്കെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരണം, ആരെയെല്ലാം ചോദ്യം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം SIT കോടതിയെ ധരിപ്പിച്ചു. നിലവിൽ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും അന്വേഷണത്തിൻ്റെ ഗൗരവം പരിഗണിച്ചും കേസിൻ്റെ വ്യാപ്തി വളരെ വലുതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയുണ്ടായി. വിപുലമായിട്ടുള്ള അന്വേഷണ നടപടികൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട് എന്ന SITയുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് കേസ് പൂർത്തിയാക്കുന്നതിനായിട്ട് ഹൈക്കോടതി 1 മാസത്തെ സമയം കൂടി ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുകയാണ്. ഈ അധിക സമയം കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ച് കേസിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേസിൽ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ അന്വേഷണ സംഘത്തിന് ശക്തമായ നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. കേസിൻ്റെ തുടർന്നുള്ള അന്വേഷണ ദിശ ആരെ ലക്ഷ്യമാക്കിയായിരിക്കണം, ആരെയാണ് ചോദ്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ സൂചനകളെ കോടതി പിന്തുണച്ചു. എത്ര ഉന്നതരായാലും, ഏത് രാഷ്ട്രീയ പദവിയോ ഔദ്യോഗിക പദവിയോ വഹിക്കുന്നവരായാലും ശരി, അവരെയെല്ലാം നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നും ആരെയും ഒഴിവാക്കരുതെന്നും കോടതി കർശനമായിട്ട് നിർദ്ദേശിച്ചു. ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം പൂർണ്ണമായും തിരിച്ചു പിടിക്കുകയും കുറ്റവാളികൾക്ക് അർഹമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യണം എന്ന ശക്തമായ നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. മോഷണം നടന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയത്തിൽ സ്വർണം വിറ്റ് ലഭിച്ച പണം ആരൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട്, ആർക്കൊക്കെ അതിൽ പങ്കാളിത്തമുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വിവരം അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചതായിട്ടാണ് സൂചന. ഈ കേസിൻ്റെ പരിധിയിൽ ദേവസ്വം ബോർഡിലെ ചില മുൻ അംഗങ്ങളെയും സ്റ്റാഫുകളെയും ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും അന്വേഷണം കൂടുതൽ ഉയർന്ന തലങ്ങളിലേക്ക് നീങ്ങേണ്ടതായിട്ടുണ്ട്. സ്വർണ്ണഭാഗങ്ങൾ വിറ്റ് ലഭിച്ച പണം ഉപയോഗിച്ച് ആരെങ്കിലും സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വത്തുക്കളെയും, അതായത് സ്ഥലങ്ങൾ, കെട്ടിടങ്ങളൊക്കെ ഉൾപ്പെടെ കേസിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യേണ്ടി വരും. ഇത് സാധാരണ മോഷണ കേസുകളിലെ തൊണ്ടി മുതൽ പിടിച്ചെടുക്കുന്നത് പോലെ തന്നെ കേസിൻ്റെ സുപ്രധാന ഭാഗമായി കണക്കാക്കി മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടണമെന്നും ആവശ്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനിടെ കേസിൻ്റെ FIR പകർപ്പ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒരു ഏജൻസി നടത്തുന്ന അന്വേഷണത്തിന് സമാന്തരമായി മറ്റൊരു അന്വേഷണം അനുവദിക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടി മജിസ്ട്രേറ്റ് കോടതി ഈ അപേക്ഷ തള്ളിയിരുന്നു. ഇതേ തുടർന്ന് ED ഹൈക്കോടതിയെ സമീപിച്ചു. റാന്നി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കുകയും FIRൻ്റെ ഔദ്യോഗിക പകർപ്പ് അത് EDക്ക് നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എങ്കിലും FIRൻ്റെ പകർപ്പ് നൽകുമ്പോൾ ചില കർശനമായ വ്യവസ്ഥകൾ പാലിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. SITയുടെ അന്വേഷണത്തിൽ ഇടപെടുകയോ തുരങ്കം വയ്ക്കുകയോ ചെയ്യാൻ EDയെ അനുവദിക്കില്ല. വിദേശ ഫണ്ടുകളോ കള്ളപ്പണം വെളുപ്പിക്കൽ പോലെയുള്ള സാമ്പത്തിക ഇടപാടുകളോ സംബന്ധിച്ച് EDയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ മാത്രമേ അന്വേഷണം നടത്താനായിട്ട് പാടുള്ളൂ. ഈ വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രമേ ഔദ്യോഗിക പകർപ്പ് നൽകാൻ പാടുള്ളൂ എന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇത് ഒരു അന്വേഷണ ഏജൻസി മറ്റൊന്നിനെ അധികാര പരിധിയിൽ കടന്നു കയറുന്നതിന് തടയുന്ന നിയമപരമായിട്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള നീക്കം തന്നെയാണ്.